യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 28ാം ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ്റെ അവസാന ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അരുളുന്നു. ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, അഭിഷേകത്തിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം ശ്രവിച്ച നാം ഇന്ന് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹം നേടിയെടുക്കാൻ പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 26-ാം വചനത്തിൽ തന്നോട് മൽപ്പിടുത്തം നടത്തിയ മനുഷ്യനോട് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. രാത്രി മുഴുവൻ ഈ മനുഷ്യനുമായി മൽപ്പിടുത്തം നടത്തുകയായിരുന്നു. അവൻ ദൈവിക മനുഷ്യനാണെന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞു. നേരം വെളുത്തപ്പോൾ അവൻ പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. 4 ദിവസങ്ങളായി തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് 28ാം ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിലൂടെ ദൈവവചനം ശ്രവിച്ച് നമുക്ക് ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് നിർബന്ധ ബുദ്ധിയോടെ പറയാം, നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ അനുഗ്രഹിക്കണം. കർത്താവേ, അങ്ങ് എൻ്റെ രോഗങ്ങൾ മാറ്റണം. എന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പോവുകയില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. കർത്താവ് കടന്നു പോകാൻ ഇടയാകരുത്. കടന്നു പോകാൻ കർത്താവിനെ അനുവദിക്കരുത്. ഇപ്രകാരം നിർബന്ധ ബുദ്ധിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ പക്കലേക്ക് നമുക്ക് കൈകൾ ഉയർത്താം. ഈ വചന ശുശ്രൂഷയുടെ ആരംഭ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകം നമ്മിൽ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരട്ടെ. അങ്ങനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് പറഞ്ഞ യാക്കോബിനെ പോലെ നിർബന്ധ ബുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞങ്ങൾ വിടുകയില്ല. ആത്മാവിനെ വർഷിക്കണമേ, അഭിഷേകം ഒഴുക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ശക്തിയും കൃപയും നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗായക സംഘത്തോടൊപ്പം ചേർന്ന് ആത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മിൽ ഇറങ്ങി വരട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിന്റെ നിറവ് നൽകണമേ. കർത്താവേ, ആത്മാവിനെ അയക്കണമേ. ഈ വചന ശുശ്രൂഷയെ അനുഗ്രഹപൂർണമാക്കണമേ. ഈ വചന ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളിന്നി പതിക്കുകയായി, അഗ്നിജ്വാലകളിന്നി നിറയുകയായി. അഗ്നിനാവുകളിന്നി പതിക്കുകയായി, അഗ്നിജ്വാലകളിന്നി നിറയുകയായി. നമ്മുടെ ഹൃദയങ്ങൾ അഭിഷേകം, അഭിഷേകം, കുടുംബങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അഗ്നി പോലെയുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞങ്ങൾ വിടുകയില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളോട് കരുണ കാണിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമുക്ക് ചേർന്ന് പാടാം. ഉച്ചസ്വരത്തിൽ പാടാം. തീക്ഷ്ണതയോടെ നമുക്ക് പാടാം.
യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയായി. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയായി. ഹല്ലേലൂയ. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം മഴ. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിനാവുകളെന്നെ പതിക്കുകയായി. അഗ്നിജ്വാലകളെന്നിൽ നിറയുകയായി. അഗ്നിനാവുകളെന്നെ പതിക്കുകയായി. അഗ്നിജ്വാലകളെന്നിൽ നിറയുകയായി. അഭിഷേകം അഭിഷേകം ഉച്ചസ്വരത്തിൽ വിശ്വാസത്തോടെ നമുക്ക് പാടാം. അഭിഷേകം കൊണ്ട് നിറയാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ. അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം ആത്മാവേ നിറയണമേ. ചേർന്ന് പാടാം. എന്നിൽ വന്നു നിറയണമേ. ദാഹത്തോടെ പാടാം. ആത്മാവേ എല്ലാവരും നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. ആത്മാവേ നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. ആത്മാവേ നിറയണമേ. ചേർന്ന് പാടാം. വന്നു ദാഹത്തോടെ പാടാം. ആത്മാവേ നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. ആത്മാവേ നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്ന് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാഭിഷേകം ഹല്ലേലൂയ ആത്മാഭിഷേകം ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ആത്മാഭിഷേകം ഒന്ന് നിറയട്ടെ. നമുക്ക് ചേർന്ന് പാടാം. ഉച്ചസ്വരത്തിൽ പാടാം. ദാഹത്തോടെ വിശ്വാസത്തോടെ പാടാം. കർത്താവേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശദീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അഭിഷേകം അയക്കണമേ. ആത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ സ്തോത്രം. യേശുവേ ഉച്ചസ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാഭിഷേകം അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 28ാം ദൈവശബ്ദം കൺവെൻഷൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് നമ്മൾ വചനം ധ്യാനിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. രണ്ടാമത്തെ ദിവസം നാം വിശ്വസിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നാം മനസ്സിലാക്കി. അവൻ ഏകരക്ഷകനാണെന്നും ലോകരക്ഷകനാണെന്നും നാം കണ്ടു. മൂന്നാമത്തെ ദിവസം ഈ ഈശോ കുരിശു മരണം വഴി നമ്മെ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് നാം കണ്ടു. ഈ അവസാനത്തെ ദിവസം, ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം, നമ്മുടെ വിശ്വാസത്തിന് നാം സാക്ഷ്യം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഈ ബൈബിൾ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം നമ്മളെല്ലാവരും സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന വലിയ ബോധ്യത്തിലേക്ക് വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം.
നമ്മുടെ വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ല. നമ്മുടെ വിശ്വാസം ജനമധ്യത്തിൽ പ്രഘോഷിക്കപ്പെടേണ്ടതാണ്, ജനമധ്യത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം എങ്ങനെയാണ് നാം നൽകേണ്ടതെന്ന് നമുക്ക് ഇന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. സാക്ഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ വചന ജീവിതത്തിന് 3 തലങ്ങളുണ്ട്. പലരും വചന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. 30 വർഷമായി, 20 വർഷമായി, 10 വർഷമായി വചന ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വചന ജീവിതം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഈ വചന ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ടായിരിക്കണം. അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് വചന ജീവിതം പൂർണ്ണമാകുന്നത്. അത് സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ്, വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുന്ന ജീവിതം. വചന ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ: വചനം പഠിക്കുക, വചനം പാലിക്കുക, വചനം പ്രഘോഷിക്കുക. വചന ജീവിതം പരിപൂർണത പ്രാപിക്കുന്നത് വചനം പ്രഘോഷിക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ്, വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ്. വചനം പഠിക്കുക, വചനം പാലിക്കുക, വചനം പ്രഘോഷിക്കുക. ഇത് 3മാണ് വചന ജീവിതത്തിൻ്റെ, സാക്ഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ. ഈ 3 ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നൊന്നായി ധ്യാനിക്കാം. ആദ്യത്തെ ഭാഗം വചനം പഠിക്കുക. വചനം ശ്രവിക്കുന്നതും വചനം കേൾക്കുന്നതും വചനം വായിക്കുന്നതും വചനം എഴുതുന്നതുമെല്ലാം ഈ വചനം പഠിക്കുക എന്ന തലത്തിൽ പെടുന്നതാണ്. വചനം നമ്മൾ പഠിക്കണം, വചനം നമ്മൾ വായിക്കണം, വചനം കൊണ്ട് നമ്മെ നിറയ്ക്കണം. ഇതൊക്കെ ഈ ആദ്യത്തെ ഭാഗത്ത് പെടും. ആമുഖമായി വചനത്തെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് വചനം? വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വാക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന, ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയാണ് വാക്ക്. വ്യാകരണത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ വാക്ക് എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ കൂട്ടമാണ്. ഏതാനും അക്ഷരങ്ങൾ കൂടിച്ചേർന്നാൽ അത് ഒരു വാക്കായി. സാധാരണ രീതിയിൽ വാക്ക് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. വ്യാകരണത്തിൻ്റെ ഭാഷയിൽ വാക്ക് എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ സമൂഹമാണ്. എന്നാൽ നമ്മൾ വാക്ക് എന്ന് പറയുമ്പോൾ, വചനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാക്ക് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയാണോ? വാക്ക് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങളുടെ കൂട്ടമാണോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വചനം എന്ന് പറയുന്നത് ഒരു ശക്തിയല്ല, വചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. വചനം പഠിക്കുക എന്നത് യേശുവിനെ മനസ്സിലാക്കാനാണ്, യേശുവിനോട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കലാണ്. വചനം ഒരു ശക്തിയല്ല, വചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. ദൈവം തന്നെയാണ് വചനം. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വചനത്തിന്റെ രൂപത്തിലായിരുന്ന ഈശോയാണ് മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച വചനമാണ് ഈശോ. മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ച വചനമാണ് ഈശോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വചനം എന്നത് ഈശോ തന്നെയാണ്. വചനത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത് യേശുവിനെയാണ്. വചനത്തിലൂടെ നാം ശ്രവിക്കുന്നത് യേശുവിനെയാണ്. അതുകൊണ്ട് വചനം പഠിക്കുക എന്ന ആദ്യഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് വചനം വായിച്ചു കൂട്ടുക എന്നത് മാത്രമല്ല, വചനം എഴുതി വയ്ക്കുക എന്നത് മാത്രമല്ല, ഈ വചനത്തിലുള്ള യേശുവുമായി ഗാഢമായൊരു ബന്ധം പുലർത്തുക. യേശുവിനെ ഈ അക്ഷരങ്ങളിൽ കണ്ടുമുട്ടണം. ജീവനില്ലാത്ത അക്ഷരങ്ങളുടെ ഒരു പുസ്തകമല്ല ഇത്. ജീവൻ തുടിക്കുന്ന
അക്ഷരങ്ങളുടെ ജീവനുള്ള യേശുവിൻ്റെ വചനങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യേശുവിനോട് സംഭാഷിക്കുക, യേശുവിനെ വചനങ്ങളിൽ കണ്ടുമുട്ടുക. ഇതാണ് വചന ജീവിതത്തിൻ്റെ, സാക്ഷ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഭാഗം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതപ്രബോധന ഗ്രന്ഥത്തിൻ്റെ 112 ഖണ്ഡികയിൽ നാം വായിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് യേശുവിൻ്റെ തിരുഹൃദയം തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥം യേശുവിൻ്റെ തിരുഹൃദയമാണ്. ഈ പരിശുദ്ധ ഗ്രന്ഥം ഏതെങ്കിലും ഒരു നോവലിനെ പോലെയുള്ളതോ കഥാപുസ്തകം പോലെയുള്ളതോ അല്ല. ഈ പരിശുദ്ധ ഗ്രന്ഥം ജീവനില്ലാത്ത അക്ഷരങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു സാധാരണ പുസ്തകമല്ല. ഈ പരിശുദ്ധ ഗ്രന്ഥം യേശുവിൻ്റെ തുടിക്കുന്ന ഹൃദയമാണ്, പരിശുദ്ധമായ യേശുവിൻ്റെ ഹൃദയമാണ്. ഈ പരിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളാണ്, യേശുവിൻ്റെ ഹൃദയമിടിപ്പുകളാണ് ഈ തിരുഗ്രന്ഥത്തിൽ നാം കേൾക്കുന്നത്. അവനെയാണ് നാം ശ്രവിക്കുന്നത്, അവനെയാണ് നാം കണ്ടുമുട്ടുന്നത്. വചനത്തിൽ യേശുവിനെ നാം കണ്ടുമുട്ടണം. അവനുമായി ഗാഢമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. എല്ലാ ദിവസവും അരമണിക്കൂറിൽ വചനം വായിച്ചത് കൊണ്ടോ, വചനം എഴുതി വെച്ചത് കൊണ്ടോ, വചനം ഉരുവിട്ടത് കൊണ്ടോ ആയില്ല. യേശുവിനെ കാണണം, ഈ വചനങ്ങളിലുള്ള യേശുവിനെ കണ്ടുമുട്ടണം, അവനോട് ഗാഢമായ ഒരു ബന്ധം പുലർത്തണം. ഇതാണ് വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ നാം ആദ്യമായി ചെയ്യേണ്ടത്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും അരമായിക്ക് സങ്കല്പത്തിൽ വചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനമാണ്. വചനവും വ്യക്തിത്വവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. വചനം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ വാക്ക് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് തുല്യമാണ്. ഒരു വ്യക്തിയുടെ വാക്കിനെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ നിന്ന് മാറ്റിക്കളയാൻ സാധിക്കില്ല. അരമായിക്ക് സങ്കല്പം അനുസരിച്ച്, പഴയ നിയമസങ്കല്പം അനുസരിച്ച് ഒരു വ്യക്തിയുടെ വാക്ക് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശമാണ്. അരമായിക്ക് ഭാഷയിൽ വചനത്തിന് പറയുന്ന വാക്ക് മെമ്ര എന്നാണ്. മലയാളത്തിൽ നമ്മൾ വാക്ക് എന്ന് പറയും, വചനം എന്ന് പറയും. ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ് എന്ന് പറയും നമുക്ക് സുപരിചിതമായ പദം. അതുപോലെ അരമായിക്ക് ഭാഷയിൽ പറയുന്ന പദമാണ് മെമ്ര. ഈ മെമ്ര എന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. മെമ്ര എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പലയിടത്തും ദൈവം എന്ന് പറയുന്നതിന് പകരമായിട്ടാണ്. എവിടെയൊക്കെ പഴയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിലും ഹീബ്രു ഭാഷയിലും ദൈവം എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ ചില സ്ഥലങ്ങളിൽ അരമായിക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം എന്നല്ല, മറിച്ച് മെമ്ര എന്നാണ്. ദൈവത്തിൻ്റെ മെമ്ര എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ദൈവത്തിൻ്റെ മെമ്ര, ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിന് സമാനമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ഇതാണ് അരമായിക്ക് സങ്കല്പം. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 32-ാമത്തെ വചനം. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 32-ാമത്തെ വചനം. മലയാളത്തിൽ ഞാനിത് വായിക്കാം. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല എന്നാണ് നമ്മൾ ഈ മലയാളം ബൈബിളിൽ കാണുന്നത്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 32-ാമത്തെ വചനം. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഹീബ്രു ബൈബിളിൽ നോക്കിയാൽ അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അരമായിക്ക് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ അത്ഭുതകരമായ, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മെമ്രയെ വിശ്വസിച്ചില്ല എന്നാണ്. ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല എന്നല്ല, ദൈവമായ കർത്താവിൻ്റെ മെമ്രയെ, ദൈവമായ കർത്താവിൻ്റെ വാക്കിനെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവമായ കർത്താവും ദൈവമായ കർത്താവിൻ്റെ വാക്കും ഒന്ന് തന്നെയാണ്. ദൈവമായ കർത്താവിൻ്റെ വാക്കിനെ വിശ്വസിക്കാതിരിക്കുന്നത് ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നതിന് തുല്യമാണ്.
ഇത് തന്നെ നമുക്ക് മറ്റു പല സന്ദർഭങ്ങളിലും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. ദൈവമായ കർത്താവ് എന്ന് മറ്റു ഭാഷകളിൽ പറഞ്ഞിരിക്കുന്നിടത്ത് അരമായിക് ഭാഷയിൽ മാത്രം ദൈവമായ കർത്താവിൻ്റെ വാക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ദൈവമായ കർത്താവിൻ്റെ മെമ്ര എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് മാത്രമാണ്. ദൈവമായ കർത്താവിൻ്റെ വാക്കും ദൈവമായ കർത്താവും ഒന്ന് തന്നെയാണ്. ഈ വാക്ക് എന്ന് പറയുന്നത് ശക്തിയല്ല, വ്യക്തിയാണ്, ദൈവമാണ്. ഈ ദൈവത്തെ ഈ ദൈവവചനത്തിൽ നാം കണ്ടുമുട്ടണം. ദൈവവചനം പഠിക്കുക എന്ന ആദ്യത്തെ ഭാഗം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ വാക്ക് നാം പഠിക്കേണ്ടത്? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേൽ പ്രവാചകനെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ തൻ്റെ ദൈവവിളി എങ്ങനെ സംഭവിച്ചു എന്ന് എസെക്കിയേൽ പ്രവാചകൻ തന്നെ സ്വന്തം വാക്കുകളിൽ വിവരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കർത്താവ് എസെക്കിയേൽ പ്രവാചകനെ വിളിച്ച് എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നു, നീ ഈ കാണുന്ന ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് നീ പോയി ജനത്തോട് സംസാരിക്കുക. എസെക്കിയേൽ പ്രവാചകനെ വിളിച്ച ഉടനെ ജനത്തിൻ്റെ പക്കലേക്ക് അയക്കുകയല്ല ചെയ്തത്, മറിച്ച് എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ്, നീ പ്രഘോഷിക്കുന്നതിന് മുമ്പ് ഈ ചുരുൾ ഭക്ഷിക്കുക, ഈ ചുരുൾ കൊണ്ട് നിന്നെ വയറ് നിറയ്ക്കുക, ഈ ചുരുളിൻ്റെ മാധുര്യം നീ ആസ്വദിക്കുക, എന്നിട്ട് നീ പോയി പ്രസംഗിക്കുക. അതനുസരിച്ച് എസെക്കിയേൽ പ്രവാചകൻ വാ തുറന്നു. കർത്താവ് ചുരുൾ വെച്ച് കൊടുത്തു. ആ ചുരുൾ എസെക്കിയേൽ പ്രവാചകൻ ഭക്ഷിച്ചു. ആ ചുരുൾ കൊണ്ട് വയറ് നിറച്ചു. ആ ചുരുളിൻ്റെ മാധുര്യം അനുഭവിച്ചു. ആ വാക്ക് അവൻ്റെ നാവിൽ തേൻ പോലെ മധുരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വാക്ക് കൊണ്ട് ഉദരം നിറച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ വാക്കിൻ്റെ രുചി തൻ്റെ നാവിൽ അനുഭവിച്ചതിന് ശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ് എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുന്നത്, ഇനി നീ പോയി ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക. ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് നീ എന്തു ചെയ്യണം? നീ ദൈവവചനം ഭക്ഷിക്കണം, നീ ദൈവവചനം പഠിക്കണം, നീ ദൈവവചനം കൊണ്ട് നിറയണം. സാക്ഷ്യ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ, വചന ജീവിതത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വചനമാണ് നമ്മുടെ ഭക്ഷണം. ഈ വചനം കൊണ്ട് നാം നമ്മുടെ ഹൃദയവും മനസ്സും നിറയ്ക്കണം. ഈ വചനം നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കണം. ഈ വചനത്തിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കണം. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവ് എന്താണ് പറയുന്നത്? നീ ഈ ചുരുൾ ഭക്ഷിക്കുക, നീ ഈ ചുരുൾ വായിക്കുക എന്നല്ല പറയുന്നത്, മറിച്ച് നീ ഈ ചുരുൾ ഭക്ഷിക്കുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് വായിക്കുക എന്ന് പറയാതെ ഭക്ഷിക്കുക എന്ന് പറയുന്നത്? വായിക്കുന്നത് ഒരു പക്ഷേ ഹൃദയത്തിൽ പ്രവേശിക്കാതെ ചെവികളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വായിക്കുന്നത് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഭാഗമാകാതെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഭക്ഷിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്നതാണ് നാളെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളായി മാറുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു നിരന്തരമായ കോശ നിർമ്മാണ പ്രക്രിയ നടക്കുന്നുണ്ട്. ഇന്ന് നാം ഭക്ഷിക്കുന്നത് നാളെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ന് ഭക്ഷിക്കുന്നത് നാളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ ഞാൻ വായിക്കുന്ന വചനം, ഞാൻ പഠിക്കുന്ന വചനം, ഞാൻ ശ്രവിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും വചനം കൊണ്ട് ഞാൻ നിറയ്ക്കണം. അപ്പോഴാണ് ഞാൻ വചനം പഠിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുക. വെറുതെ പത്രം വായിക്കുന്നത് പോലെയോ പുസ്തകം വായിക്കുന്നത് പോലെയോ ബൈബിൾ വായിച്ചു വിട്ടാൽ അത് ബൈബിൾ പഠനമല്ല. ബൈബിൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ആ ബൈബിളിലുള്ള യേശുവിനെ കണ്ടുമുട്ടണം, അവൻ്റെ വചനം കൊണ്ട് നിറയണം, അവൻ്റെ വചനം ഹൃദയത്തിൽ നാം സംഭരിക്കണം, അവൻ്റെ വചനം ഹൃദയത്തിൽ നാം സൂക്ഷിക്കണം. 119-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നു, കർത്താവേ
അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ വചനം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ, സാക്ഷികൾ, ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണം. ഹൃദയത്തെ വചനം കൊണ്ട് നിറയ്ക്കണം. യേശുവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. യേശുവിനെ ഹൃദയത്തിൽ ആരാധിക്കുന്നത് പോലെ തന്നെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. എസെക്കിയേൽ പ്രവാചകൻ മാത്രമല്ല, ജെറമിയ പ്രവാചകനും ഇപ്രകാരം വചനം ഭക്ഷിച്ചവനായിരുന്നു. ജെറമിയയുടെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ജെറമിയ പറയുന്നു, കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ വായിച്ചു എന്ന് പ്രവാചകൻ പറയുന്നില്ല. മറിച്ച് പ്രവാചകൻ പറയുന്നത്, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന അങ്ങയുടെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ ഭക്ഷിക്കുന്നു. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ ജെറമിയായി വിളിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് ജെറമിയായുടെ അധരങ്ങളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവ് നിക്ഷേപിച്ച വചനം ജെറമിയ പ്രവാചകൻ ദാഹത്തോടെ തീഷ്ണതയോടെ ഭക്ഷിച്ചു. ആ വചനം അവന് ആനന്ദാമൃതമായി. ആ വചനം അവൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകി. അങ്ങനെ വചനത്തിൽ ജെറമിയ പ്രവാചകൻ വളർന്നു. അതിൻ്റെ ശേഷമാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ജെറമിയ പ്രവാചകൻ ജനമധ്യത്തിലേക്ക് പോയി കർത്താവിൻ്റെ വചനം വിളിച്ചു പറഞ്ഞത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം ഒരു ശക്തിയല്ല, ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. നമ്മുടെ ഇടയിൽ മനുഷ്യരൂപം ധരിച്ച് വസിച്ചവനാണ്. അവനെയാണ് വചനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. അപ്പോൾ ദൈവവചനം പഠിക്കുക എന്ന ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടുകഴിഞ്ഞു. വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ പഠിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി. ഇനിയും രണ്ടാമത്തെ പടിയിലേക്ക് നാം വളരണം. അതെന്താണ്? ദൈവവചനം പാലിക്കണം. ദൈവവചനം പാലിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചത് പൂർണ്ണമാകുന്നത്. 20, 30, 50 വർഷങ്ങളായി വചനം വായിക്കുന്നവരുണ്ട്. പക്ഷെ വചനം പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. വചനം ജീവിതത്തിൽ പകർത്തുന്നതിൽ പരാജയപ്പെടുന്നു. നമ്മൾ വചനത്തോട് വലിയ ആഭിമുഖ്യം കാണിക്കാറുണ്ട്. വചനം നമ്മുടെ വീടുകളിൽ ചുമരുകളിൽ എഴുതി വയ്ക്കാറുണ്ട്. വചനം നമ്മൾ നമ്മുടെ മുറികളിൽ കലണ്ടറുകളിൽ തൂക്കിയിടാറുണ്ട്. വചനം നമ്മുടെ പുറത്ത് മതിലിനും മുകളിൽ നമ്മൾ എഴുതി വയ്ക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വചനം മതിലിൽ എഴുതി വയ്ക്കുന്നതും വചനം ചുമരിൽ എഴുതി വയ്ക്കുന്നതും കലണ്ടറുകളിൽ തൂക്കിയിടുന്നതും വളരെ എളുപ്പമാണ്. എന്നാൽ മതിലിനപ്പുറത്തുള്ള അയൽക്കാരൻ നമ്മെ തെറി പറയുമ്പോൾ, ആ അയൽക്കാരൻ നമ്മെ ദ്വേഷിക്കുമ്പോൾ അവനെ സ്നേഹിക്കുക എന്നത് കഷ്ടത നിറഞ്ഞ പണിയാണ്. ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നമ്മുടെ മതിലിൽ എഴുതി വയ്ക്കാം. പക്ഷേ ആ മതിലിനപ്പുറത്തുള്ള ശത്രു അല്ലെങ്കിൽ ശത്രുവായി മാറിയ മിത്രം നമ്മെ ഉപദ്രവിക്കുമ്പോൾ, നമ്മോട് ദേഷ്യം കാണിക്കുമ്പോൾ അവനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് വചനം പാലിക്കൽ. വചനത്തിൻ്റെ മാറ്റു കൂടുന്നത് വചനം പഠിക്കുമ്പോഴല്ല, മറിച്ച് പാലിക്കുമ്പോഴാണ്. വചനം നമ്മൾ പാലിക്കണം. വചനം പാലിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ യാക്കോബ് ശ്ലീഹ വളരെ മനോഹരമായി തൻ്റെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. എത്ര കഠിനമായ വാക്കാണ് യാക്കോബ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർ ആത്മവഞ്ചകരാണ് പോലും. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രമാണോ ചെയ്യുന്നത്? നിങ്ങൾ വചനം പഠിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അത് ജീവിതത്തിൽ പാലിക്കാറില്ലേ? അത് ജീവിതത്തിൽ അനുസരിക്കാറില്ലേ? എങ്കിൽ നിങ്ങൾ ആത്മവഞ്ചകരാണ്.
നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുകയും ചെയ്യുന്നവരാകുവൻ. തുടർന്നുള്ള വചനങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, വചനം കേട്ടിട്ട് അത് അനുസരിക്കാത്തവർ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് കടന്നു പോകുന്നവർക്ക് തുല്യമാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനം, വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യനെ സദൃശനാണ്. എന്താണ് യാക്കോബ് ശ്ലീഹ ഉദ്ദേശിക്കുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മുഖത്തുള്ള, വസ്ത്രത്തിലുള്ള, ശരീരത്തിലുള്ള കേടുപാടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റാൻ നമ്മൾ പരിശ്രമിക്കും. മുഖത്ത് എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാൻ നമ്മൾ പരിശ്രമിക്കും. മുടി ശരിയായ രീതിയിലല്ല എങ്കിൽ ശരിയായ രീതിയിലേക്കാക്കും. വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാൻ നമ്മൾ പരിശ്രമിക്കും. പൊടിയുണ്ടെങ്കിൽ തട്ടിക്കളയും. അങ്ങനെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞ മനുഷ്യൻ ഒരിക്കലും വെറുതെ ഇരിക്കാറില്ല. കണ്ണാടിയിൽ നോക്കിയതിന് ശേഷം ആ കണ്ട ദൃശ്യത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ ശരീരത്തിലും വസ്ത്രത്തിലും മുഖത്തിലും മുടിയിലുമൊക്കെ മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരുത്താതെ കണ്ണാടിയിൽ നോക്കി അഴുക്ക് കണ്ടു, വൃത്തികേട് കണ്ടു, മുടി ശരിയായ രീതിയിൽ അല്ലാതിരിക്കുന്നത് കണ്ടു, എന്നിട്ട് ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ കടന്നു പോവുകയാണെന്നിരിക്കുക. അങ്ങനെയെങ്കിൽ അവൻ കണ്ണാടിയിൽ നോക്കിയത് നിരർത്ഥകമാണ്. അവൻ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടിയിൽ കാണുന്ന ആ രൂപത്തിനനുസരിച്ച് തൻ്റെ രൂപത്തിൽ മാറ്റം വരുത്തണം. കുറവുകൾ കണ്ടെത്തണം, മാറ്റങ്ങൾ വരണം. അല്ല എങ്കിൽ കണ്ണാടിയിൽ നോക്കുന്നത് ബുദ്ധിശൂന്യമാണ്. കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് കടന്നു പോകുന്ന മനുഷ്യൻ ബുദ്ധിശൂന്യനാണ്. കാരണം അവൻ കാണുന്നു, പക്ഷെ കണ്ടതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, വചനം വായിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ മുഖം കണ്ണാടിയിൽ എന്ന പോലെ വചനത്തിൽ കണ്ടിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പുലർത്താതെ, ജീവിതത്തിൽ പാലിക്കാതെ കടന്നു പോകുന്നവൻ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് ആ ദൃശ്യം മറന്നു കളഞ്ഞ്, ആ രൂപം മറന്നു കളഞ്ഞ് കടന്നു പോകുന്നവന് തുല്യമാണ്. അഴുക്ക് കണ്ടു, വൃത്തികേട് കണ്ടു, ക്രമക്കേട് കണ്ടു, ഭംഗിയില്ലാത്തത് കണ്ടു, പക്ഷെ ഒന്നും ചെയ്യാതെ കടന്നു പോകുന്നു. അവന് തുല്യമാണ് വചനം വായിച്ചിട്ട് അത് പാലിക്കാത്തവൻ. കണ്ണാടിയിൽ നോക്കിയ മനുഷ്യൻ തൻ്റെ പ്രതിബിംബം കണ്ട് മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ വചനം വായിക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് യാക്കോബ് ശ്ലീഹ ഉദ്ദേശിക്കുന്നത്. വചനം വായിച്ചിട്ട് അത് പാലിക്കാതെ കടന്നു പോകരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആത്മവഞ്ചകരാകും. വചനം വായിക്കുന്നവരല്ല, കേൾക്കുന്ന വചനം, വായിക്കുന്ന വചനം ജീവിതത്തിൽ പുലർത്തുന്നവരാണ് യഥാർത്ഥ വചന ഉപാസകർ എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പതിറ്റാണ്ടുകളായി വചനം വായിക്കുന്നവരാകാം നമ്മൾ, പതിറ്റാണ്ടുകളായി വചനം കേൾക്കുന്നവരാകാം. എന്നാൽ കേട്ട വചനം വില കൊടുത്ത്, ത്യാഗം സഹിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തിയിട്ടുണ്ടോ, പാലിച്ചിട്ടുണ്ടോ? അല്ലാതെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താണ് കുറവുകളുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട്, എന്താണ് മാറ്റേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്നും ചെയ്യാതെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് തുല്യനായി ഞാൻ ജീവിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് നാം ആലോചിക്കണം. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർ ആത്മവഞ്ചകരാണ്. വചനം കേട്ടിട്ട് പാലിക്കാത്തവർ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് മാറ്റങ്ങൾ വരുത്താതെ കടന്നു പോകുന്നവനാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് നാം സാക്ഷ്യം കൊടുക്കണം. പഠിച്ച വചനം പാലിക്കണം, ജീവിതത്തിൽ നിറവേറ്റണം. അപ്പോഴാണ് വചനത്തിൻ്റെ മാറ്റുകൂടുന്നത്. ഇതിനെക്കുറിച്ച് ഈശോയും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനം, ഈശോ തൻ്റെ വചനം കേൾക്കുന്നവരെ കുറിച്ച് പറയുന്നു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. മറിയത്തെ ഉദ്ദേശിച്ച്, യേശുവിൻ്റെ അമ്മയെ ഉദ്ദേശിച്ച് ജനക്കൂട്ടത്തിൽ ഒരു സ്ത്രീ പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരം എത്ര ഭാഗ്യമുള്ളത്, നിന്നേക്ക് പാല് നൽകിയ മുലകൾ എത്രയോ ഭാഗ്യമുള്ളവ. അത് കേട്ടിട്ട് ഈശോ പറയുകയാണ്, എനിക്ക് ജന്മം നൽകിയതിനേക്കാൾ വലിയ കാര്യം മറിയം ചെയ്തിരിക്കുന്നു. യേശു പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? തൻ്റെ ജീവിതത്തിൽ വചനം പാലിച്ചവളാണ് പരിശുദ്ധ അമ്മ.
വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയത്തെ പോലെ വചനം കേട്ട് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. എനിക്ക് ജന്മം നൽകിയതിനേക്കാൾ വലിയ ഭാഗ്യം, എനിക്ക് പാല് നൽകിയതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ദൈവവചനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറഞ്ഞില്ല. ഈശോ പറഞ്ഞത് എന്താണ്? ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനം. അപ്പോൾ ദൈവവചനം കേട്ട് വിട്ടുകളയാനുള്ളതല്ല, ദൈവവചനം കേട്ട് മറന്നു കളയാനുള്ളതല്ല, ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഇത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനമാണ്. ഇതിനു മുമ്പ് നാം കണ്ടു. എന്താണ് കണ്ടത്? ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം, ഇതെല്ലാം ദൈവത്തിന് തുല്യമാണ്. ദൈവവും ദൈവത്തിൻ്റെ വാക്കും ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ദൈവമെന്ന് ഉപയോഗിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വാക്ക് ഉപയോഗിച്ചതെന്ന് നാം കണ്ടു. അപ്പോൾ ദൈവവും ദൈവത്തിൻ്റെ വാക്കും ഒന്നാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്കു പാലിക്കുന്നത്, ദൈവത്തിൻ്റെ വാക്കിനെ സ്നേഹിക്കുന്നത് എന്തിനു തുല്യമാണ്? ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വാക്ക് പാലിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കാരണം ദൈവത്തെയും ദൈവത്തിൻ്റെ വാക്കിനെയും വിഭജിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ വാക്കിനെ ദൈവത്തിൽ നിന്നും അടർത്തിയെടുക്കാൻ സാധിക്കില്ല. ദൈവം ദൈവത്തിൻ്റെ വാക്ക് തന്നെ, ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തോട് സമം തന്നെ. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൻ്റെ വാക്ക് പാലിക്കാതിരിക്കുകയും ചെയ്താൽ അത് യഥാർത്ഥ സ്നേഹമല്ല. കാരണം ഈ ദൈവത്തിൻ്റെ വാക്ക് ദൈവം തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തോട് സമമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. ഇതിനെക്കുറിച്ച് യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 3 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ പാലിക്കും. നിങ്ങളെങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചിരിക്കണം. എൻ്റെ വാക്കുകൾ നിങ്ങൾ പാലിക്കണം. എൻ്റെ വാക്കുകൾ കേട്ടാൽ പോരാ, എൻ്റെ വാക്കുകൾ വായിച്ചാൽ പോരാ, എൻ്റെ വാക്കുകൾ എഴുതിയാൽ പോരാ, എൻ്റെ വാക്കുകൾ നിങ്ങൾ പാലിക്കണം. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വാക്കുകളെ നിങ്ങൾ നിറവേറ്റണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വചനം. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ആരാണ് എന്നെ സ്നേഹിക്കുന്നത്? എൻ്റെ വചനങ്ങൾ സ്വീകരിക്കുകയും എൻ്റെ വാക്കുകൾ പാലിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചിരിക്കണം. അതേ അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ യേശു ഒരിക്കൽ കൂടി പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതും ഒന്ന് തന്നെയാണ്. കാരണം ദൈവവും ദൈവത്തിൻ്റെ വചനവും ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൽ നിന്നും അടർത്തിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ ജീവിതത്തിൽ നിറവേറ്റണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ആ ദൈവത്തെ നമ്മെ തിരിച്ചു സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റണം. അപ്പോൾ നാം മനസ്സിലാക്കിയ വലിയ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം പഠിച്ച് വിട്ടുകളയാനുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം പഠിച്ച് മറന്നു കളയാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിച്ചതിന് ശേഷം പാലിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കണം. ഇതിനോടനുബന്ധിച്ചുള്ള വചനമാണ് നാം ഇതുവരെ പരിശോധിച്ചത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വചനങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വചനം. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറക്കിയെടുത്തു എന്ന് മാത്രം. ഈ വചനങ്ങളെല്ലാം നമ്മോട് പറഞ്ഞു തരുന്നത് എന്താണ്? വചനം പാലിക്കണം,
വാക്കുകൾ നിറവേറ്റണം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മറന്നു കളയരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ദൈവത്തിൻ്റെ വചനം പാലിക്കുക. ഇനിയാണ് മൂന്നാമത്തെ കാര്യം, പഠിച്ച് പാലിച്ച വചനം പ്രഘോഷിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രഘോഷിക്കണം. നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. ജനമധ്യത്തിൽ പ്രഘോഷിക്കാനുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വീട്ടിൽ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗമല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കപ്പെടണം. തെരുവീതികളിൽ നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കപ്പെടണം. തെരുവീതികളിൽ നമ്മൾ സാക്ഷ്യം നൽകണം. നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. മറ്റുള്ളവർക്ക് സാക്ഷ്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം പൂർണ്ണമാകുന്നത്. വചന ജീവിതം പൂർണ്ണത പ്രാപിക്കുന്നത് സാക്ഷ്യം കൊടുക്കുമ്പോഴാണ്. ഞാൻ കേട്ട വചനം എൻ്റെ മനസ്സമാധാനത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും വചനത്തിൽ വളർന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം, എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം, എൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി, എൻ്റെ രോഗശാന്തി, എൻ്റെ ഉദ്യോഗം, ഇതിൽ കവിഞ്ഞ് വചനത്തെ നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ എൻ്റെ വചന ജീവിതം എന്ന് പറയുന്നത് എൻ്റെ സൗഖ്യത്തിനും എൻ്റെ സാമ്പത്തിക ഉന്നമനത്തിനും എൻ്റെ ഉദ്യോഗത്തിനും എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ ഞാൻ വചന ജീവിതത്തിൽ വളർന്നിട്ടില്ല. വചന ജീവിതം പരിപൂർണത പ്രാപിക്കുന്നത് വചനം പ്രഘോഷിക്കുമ്പോഴാണ്, ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുമ്പോഴാണ് ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത്. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാത്തവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. വചനം പ്രഘോഷിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല. വചനം പ്രഘോഷിക്കുന്നവനാണ് ക്രിസ്ത്യാനി. കേട്ട വചനം, തൻ്റെ ജീവിതത്തിൽ പകർത്തിയ വചനം ജനമധ്യത്തിൽ പ്രഘോഷിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങളിൽ ഈശോ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ. അപ്പോൾ ഈ വചനം നമ്മോട് എന്താണ് പറയുന്നത്? ദൈവത്തിന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. കേട്ട വചനം നമ്മൾ പ്രഘോഷിക്കണം. യേശുവിന് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. യേശുവാണ് ഏകരക്ഷകനെന്ന് നാം കണ്ടു. യേശു എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് നാം കണ്ടു. ഇത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം. ഇത് നമ്മൾ വിളിച്ചു പറയണം. ഇത് നമ്മുടെ കടമയാണ്. നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വമാണ്. ദൈവവചനം നമ്മൾ പ്രഘോഷിക്കണം. ഇത് പ്രഘോഷിക്കുന്നില്ല എങ്കിൽ നമ്മൾ വചന ജീവിതത്തിൽ വളർന്നിട്ടില്ല എന്നാണ് അർത്ഥം. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നവീകരണത്തിലേക്ക് വന്നിട്ട്, ഞാൻ വചന ജീവിതത്തിലേക്ക് വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. നല്ല കാര്യം. വചനം വായിച്ചിട്ടുണ്ട്, വചനം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ വചനം പ്രഘോഷിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തിട്ടുണ്ടോ? ജനമധ്യത്തിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അതോ നിന്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നിന്റെ മക്കളുടെ ഉദ്യോഗത്തിനും നിന്റെ സമാധാനത്തിനും വേണ്ടി മാത്രം നിന്റെ സ്വകാര്യ സ്വത്തായി നീ കരുതിയിരിക്കുകയാണോ ഈ വചനം? അങ്ങനെയെങ്കിൽ ഈ വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീ ഇനിയും വളർന്നിട്ടില്ല. വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ നിനക്ക് സാധിക്കുക ഈ വചനം പ്രഘോഷിക്കുമ്പോഴാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ നിങ്ങൾ ലജ്ജിച്ചാൽ മനുഷ്യപുത്രനും അവൻ്റെ മഹത്വത്തോടെ വരുമ്പോൾ, ദൈവദൂതന്മാരുടെ മഹത്വത്തിൽ വരുമ്പോൾ, പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കും. നിങ്ങൾ എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ, എൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചാൽ, എൻ്റെ വചനം നിങ്ങൾ പ്രഖ്യാപിക്കാതിരുന്നാൽ, എൻ്റെ വചനത്തിന് നിങ്ങൾ സാക്ഷ്യം കൊടുക്കാതിരുന്നാൽ, നിങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ നമ്മെക്കുറിച്ച് ലജ്ജിക്കാൻ വരാതിരിക്കട്ടെ. നമ്മെക്കുറിച്ച് യേശു അഭിമാനം കൊള്ളട്ടെ. നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച ഈശോ നമ്മെ പ്രതി അഭിമാനം കൊള്ളട്ടെ. അങ്ങനെ അഭിമാനം കൊള്ളണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അവനിൽ നിന്നും നാം കേട്ട വചനം ജനമധ്യത്തിൽ പ്രഘോഷിക്കണം. തെരുവീതികളിൽ നാം പ്രഘോഷിക്കണം. നാം കേട്ടിട്ടുള്ള വചനം മറ്റുള്ളവരോട് നാം പങ്കുവെക്കണം. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളാകുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിൽ അഭിമാനിക്കാൻ എനിക്ക് യാതൊന്നുമില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിലോ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ക്രിസ്ത്യാനികളെ, സുവിശേഷം കേട്ടിട്ടുള്ളവരെ, നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദുരിതം. നമ്മുടെ സഭ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സഭയ്ക്ക് ദുരിതം.
നമ്മുടെ വ്യക്തികൾ, നമ്മുടെ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദുരിതം. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് നമ്മുടെ ആദ്യത്തെ കടമയാണ്. പലപ്പോഴും സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുള്ളത് അത് കുറച്ചു പേരുടെ പണിയാണ് എന്നാണ്. ആരാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? ചിലർ പറയും വൈദികർ സുവിശേഷം പ്രഘോഷിക്കണം, മിഷണറിമാർ സുവിശേഷം പ്രസംഗിക്കണം, സന്യസ്തർ സുവിശേഷം പ്രഘോഷിക്കണം, സമർപ്പിതർ സുവിശേഷം പ്രഘോഷിക്കണം. മതിയോ? സുവിശേഷ പ്രഘോഷണം എന്നത് വൈദികർക്കോ സന്യസ്തർക്കോ സമർപ്പിതർക്കോ മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണോ? അല്ല. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ഓരോരുത്തരും പ്രേക്ഷിതരാണ്. സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കണം. നീ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ നീ സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കണം. മാമോദീസ വെള്ളം നിന്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നീ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രേക്ഷിത ദൗത്യം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് മാമോദീസയിലൂടെയാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ വൈദികനല്ലാത്തതുകൊണ്ട്, ഞാൻ സമർപ്പിതനല്ലാത്തതുകൊണ്ട്, ഞാൻ സന്യാസിയല്ലാത്തതുകൊണ്ട് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമ ലഭിക്കുന്നത്, പ്രേക്ഷിത ദൗത്യം ലഭിക്കുന്നത് പൗരോഹിത്യത്തിലൂടെയോ സമർപ്പിത ജീവിതത്തിലൂടെയോ സന്യാസവ്രത വാഗ്ദാനത്തിലൂടെയോ അല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി നമുക്ക് ലഭിക്കുന്നത് മാമോദീസയിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് പുരോഹിത പട്ടം ലഭിച്ചിട്ടില്ല, ഞാൻ പ്രേക്ഷിതനല്ല എന്ന് ആരും പറയാതിരിക്കട്ടെ. ഞാൻ സന്യാസിയല്ല, സന്യാസിനിയല്ല, അതുകൊണ്ട് എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള കടമയില്ല എന്ന് ആരും ചിന്തിക്കാതിരിക്കട്ടെ. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് സന്യാസ ജീവിതത്തിലൂടെയോ തിരുവട്ടത്തിലൂടെയോ അല്ല, മറിച്ച് മാമോദീസയിലൂടെയാണ്. മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കണം. പഴയ സഭയുടെ കാലത്ത്, ആദിമ സഭയിൽ സുവിശേഷം പ്രഘോഷിച്ചിരുന്നത് അപ്പോസ്തലന്മാർ മാത്രമായിരുന്നില്ല. ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും ആദ്യമായി സുവിശേഷം എത്തിച്ചത് സാധാരണ ക്രൈസ്തവരായിരുന്നു, സാധാരണ വിശ്വാസികൾ. അവരാണ് ആദ്യം സുവിശേഷം എത്തിച്ചത്. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് അപ്പോസ്തലന്മാർ ആ സമൂഹങ്ങളെ സന്ദർശിച്ചത്. ആദ്യം സുവിശേഷം എത്തിച്ചത് സാധാരണ ക്രൈസ്തവരായിരുന്നു, സാധാരണ വിശ്വാസികൾ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. ആരുടെ വധത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്? സ്തേഫാനോസിൻ്റെ വധത്തെക്കുറിച്ച്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി, സുവിശേഷത്തിന് വേണ്ടി ആദ്യം കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടവൻ, അവൻ്റെ മരണത്തെ സാവൂൾ അനുകൂലിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. എല്ലാ മുക്കിലും മൂലയിലും ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുന്നു. ക്രിസ്ത്യാനികളെ വഴിയരികിൽ നിർത്തി തീപ്പന്തങ്ങളെ പോലെ കത്തിക്കുന്നു. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. അങ്ങനെ വലിയ പീഡനം നടന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോസ്തലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമറിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. അപ്പോൾ പോയത് ആരാണ്? അപ്പോസ്തലന്മാരൊഴികെയുള്ളവർ. അപ്പോസ്തലന്മാർ പോയിട്ടില്ല. അപ്പോസ്തലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമറിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വാസ്തവത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി ഒളിച്ചവരായിരുന്നു അവർ. ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ പ്രാണനും കൊണ്ട് ഓടുകയായിരുന്നു. പക്ഷേ അവർ ചെന്നിടത്ത് ഒളിച്ചിരിക്കുകയല്ല ചെയ്തത്. ചെന്നിടത്ത് അവർ സുവിശേഷം പ്രഘോഷിച്ചു. വാസ്തവത്തിൽ മതമർദ്ദനം നടന്നതുകൊണ്ട്, പീഡനം നടന്നതുകൊണ്ടാണ് അവർ ചിതറിക്കപ്പെട്ടത്. പക്ഷേ ഒളിച്ചിരിക്കാൻ വേണ്ടി, ജീവൻ സംരക്ഷിച്ച് എവിടെയെങ്കിലും കഴിയാൻ വേണ്ടി പോയവരായിരുന്നില്ല അവർ എന്താണ് ചെയ്തത്? അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 4-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ചിതറിക്കപ്പെട്ടവർ ആരാണ്? ചിതറിക്കപ്പെട്ടവർ അപ്പോസ്തലന്മാരല്ല, സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ. മതമർദ്ദനം നടന്നതുകൊണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടിപ്പോയവർ, ചിതറിക്കപ്പെട്ടവർ. അവരെന്താണ് ചെയ്തത്? വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുവിശേഷം പ്രഘോഷിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ചിതറിക്കപ്പെട്ടവർ അപ്പോസ്തലന്മാരായിരുന്നില്ല. ചിതറിക്കപ്പെട്ടവർ സാധാരണ ക്രിസ്ത്യാനികളായിരുന്നു, സാധാരണ
വിശ്വാസികൾ അവർ എന്താണ് ചെയ്തത്? വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവരാണ് സമരയായുടെ പല ഭാഗങ്ങളിലും ആദ്യമായി സുവിശേഷം എത്തിച്ചത്. അവരാണ് വിശ്വാസം പകർന്നു കൊടുത്തത്. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് അപ്പസ്തോലന്മാർ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി, ഈ ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് പോയി അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ, അപ്പോൾ അപ്പസ്തോലന്മാർ എവിടെയാണ്? അവർ ജെറുസലേമിലാണ്. അവർ സമരയായിലേക്ക് പോയിട്ടില്ല. ആരാണ് സമരയായിലേക്ക് പോയിരുന്നത്? സാധാരണ ക്രിസ്ത്യാനികൾ, ചിതറിക്കപ്പെട്ടവർ. അവരിലൂടെ സമരയായിലെ ജനം സുവിശേഷം കേട്ടു. ഇത് ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ അറിഞ്ഞു. അങ്ങനെ അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ പക്കലേക്ക് അയച്ചു. അവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർ സുവിശേഷം കേട്ടിരുന്നു. അവർ മാമോദീസ സ്വീകരിച്ചിരുന്നു. അവർ ക്രിസ്ത്യാനികളായി മാറിയിരുന്നു. അവർ വിശ്വാസി സമൂഹങ്ങളായി മാറിയിരുന്നു. ഇത്രയും വലിയ പ്രവർത്തനം നടത്തിയത് അപ്പസ്തോലന്മാരായിരുന്നില്ല, മറിച്ച് ചിതറിക്കപ്പെട്ട മറ്റുള്ളവരായിരുന്നു. ചിതറിക്കപ്പെട്ട സാധാരണ വിശ്വാസികളായിരുന്നു. പിന്നീട് അപ്പസ്തോലന്മാരായ പത്രോസും യോഹന്നാനും ചെന്ന് അവരുടെ ശിരസിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പവിത്രാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ, നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. കേട്ടിട്ടുള്ള, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. സുവിശേഷം കേട്ടവരെല്ലാം സുവിശേഷം പ്രഘോഷിക്കണം. മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും പ്രേക്ഷിതരാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ മാമോദീസായുടെ അവസരത്തിൽ, അവൻ്റെ മാനസാന്തരത്തിൻ്റെ അവസരത്തിൽ അനനിയാസ് മാമോദീസ നൽകുന്നതിന് മുമ്പ് പൗലോസിനോട് പറഞ്ഞ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22-ാമത്തെ അധ്യായം 14-15 വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 14-15 വചനങ്ങൾ. പൗലോസ് തൻ്റെ വാക്കുകളിൽ തൻ്റെ മാനസാന്തര കഥ വിവരിക്കുകയാണ്. അങ്ങനെ അനനിയാസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അനനിയാസ് പൗലോസിനോട് പറഞ്ഞ കാര്യമാണ് നാം വായിക്കാൻ പോകുന്നത്. ഇക്കാര്യം പറഞ്ഞിട്ടാണ് പൗലോസിന് മാമോദീസ നൽകുന്നത്. പൗലോസ് മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് അനനിയാസ് പൗലോസിനോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 14-15 വചനങ്ങൾ. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കുവാനും അവൻ്റെ അധരങ്ങളിൽ നിന്നുള്ള സ്വരം ശ്രവിക്കുവാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നമ്മുടെ പിതാവിൻ്റെ ഹിതമറിയാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചു. നീതിമാനായവനെ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ദർശിക്കുവാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചു. അവൻ്റെ അധരങ്ങളിൽ നിന്നുള്ള സ്വരം കേൾക്കാൻ നിനക്ക് അവസരം ലഭിച്ചു. ഇനി നീ എന്തു ചെയ്യണം? അടുത്ത വാക്യത്തിൽ അനനിയാസ് പറയുന്നു, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ അവന് സാക്ഷിയായിരിക്കും. നീ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നീ ഈ ലോകത്തിനു മുമ്പിൽ സാക്ഷിയായിരിക്കും. നീ കണ്ടതിനെ കുറിച്ച്, നീ കണ്ട നീതിമാനായ ക്രിസ്തുവിനെ കുറിച്ച്, നീ കേട്ടതിനെ കുറിച്ച്, നീ കേട്ട അവൻ്റെ വചനത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ മുമ്പിൽ നീ അവന് സാക്ഷിയായിരിക്കണം. അങ്ങനെയാണ് പൗലോസ്ലീഹ മാമോദീസ സ്വീകരിച്ചത്. പൗലോസ് മാമോദീസ സ്വീകരിച്ചത് ജനത്തിനു മുമ്പിൽ സാക്ഷ്യം നൽകാനാണെങ്കിൽ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചത് നാം കണ്ട യേശുവിനെ, നാം കേട്ട വചനത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. ഈ സുവിശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രഘോഷിക്കണം. നീതിമാനായവനെ നിങ്ങൾ കണ്ടു, അവൻ്റെ അധരത്തിൽ നിന്ന് നിങ്ങൾ കേട്ടു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ സാക്ഷ്യം നൽകണം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ചിരുന്ന പത്രോസിനെയും യോഹന്നാനെയും അധികാരികൾ വിളിച്ചുകൂട്ടി ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്.
അതിന് മറുപടിയായി ആ പാവം മുക്കുവന്മാർ എന്താണ് പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 20-ാമത്തെ വചനം, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ നാമത്തിൽ അവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ പ്രഘോഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് അധികാരികൾക്ക് കൊടുത്ത ഉത്തരമായിരുന്നു ഇത്: ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇന്ന് ഒരു വശത്ത് നമ്മുടെ മുമ്പിൽ ഈശോയുടെ കൽപ്പനയുണ്ട്. അതെന്താണ്? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. മറുവശത്ത് നമ്മുടെ മുമ്പിൽ സർക്കാരുകളുടെയും പാർട്ടികളുടെയും കൽപ്പനയുണ്ട്: നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഘോഷിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ സർക്കാരുകളുടെയും പാർട്ടികളുടെയും കൽപ്പനയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? പാവപ്പെട്ട പത്രോസിനോടും യോഹന്നാനോടും ആ അധികാരികൾ ഭീഷണിയോടുകൂടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്തായിരുന്നു? ഞങ്ങൾ കണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ പറയും, ഞങ്ങൾ കേട്ടതിനെക്കുറിച്ച് ഞങ്ങൾ പറയും. കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 27-28 വചനങ്ങളിൽ ഈ യോഹന്നാനെയും പത്രോസിനെയും അധികാരികൾ വീണ്ടും വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്: ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഇവൻ്റെ പ്രബോധനം കൊണ്ട്, നസ്രായനായ യേശുവിൻ്റെ പ്രബോധനം കൊണ്ട് നിങ്ങൾ ഈ പട്ടണം മുഴുവൻ നിറച്ചിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ രക്ഷ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവനെക്കുറിച്ചുള്ള പ്രബോധനം കൊണ്ട് നിങ്ങളുടെ പരിസരത്തെ നിങ്ങൾ നിറയ്ക്കണം. ആരെങ്കിലും ഈ പ്രദേശത്ത് യേശുവിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ തന്നെ യേശുവിൻ്റെ വാക്കുകൾ കൊണ്ട് നാം നിറയ്ക്കണം. ഇങ്ങനെ ജീവൻ പണയം വെച്ചും ചോര ചിന്തിയും അപ്പോസ്തലന്മാർ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ് ഞാനും ഇന്നും ആ യേശുവിൻ്റെ നാമം ഇന്ന് ഉരുവിടുന്നത്, ആ യേശുവിൻ്റെ രക്ഷ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിൽ ഈ വിശ്വാസം ഒളിച്ചു വയ്ക്കാനുള്ളതല്ല. ഈ വിശ്വാസം നമ്മുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്താക്കി മാറ്റിവെക്കാനുള്ളതല്ല. ഈ വിശ്വാസം നമ്മൾ തെരുവീഥികളിൽ പ്രഘോഷിക്കണം. ഈ വിശ്വാസം നമ്മൾ പുറമുകളിൽ പ്രഖ്യാപിക്കണം. ഈ വിശ്വാസം നാൽക്കവലകളിൽ നമ്മൾ പ്രഖ്യാപിക്കണം. ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ പഠിക്കണം. ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ പാലിക്കണം. ആ വചനം നമ്മൾ പ്രഘോഷിക്കണം. ഇങ്ങനെ രണ്ടാമതും ഭീഷണിപ്പെടുത്തി അവരെ പ്രഹരിച്ച് ഇനി യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 40-41 വചനങ്ങളിൽ നാം വായിക്കുന്നു: ആ ശിഷ്യന്മാരാകട്ടെ ക്രിസ്തുവിനെ കുറിച്ച് അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ ആനന്ദിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവർ എല്ലാ ദിവസവും സിനഗോഗുകളിലും ഭവനം തോറും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല. ഒരിക്കലും അവർ യേശുവിന് സാക്ഷ്യം കൊടുക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല. ഇതാണ് വചനജീവിതത്തിൻ്റെ പൂർണ്ണത. ഇതാണ് വചനജീവിതത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥ. ഈ ഘട്ടത്തിലേക്ക് വളരുന്നവരാണ് വചനം യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ. അവരെയാണ് സാക്ഷികൾ എന്ന് വിളിക്കേണ്ടത്. അവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് വചനം പ്രഘോഷിക്കാം. വചനം പ്രഘോഷിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മാമോദീസയിലൂടെ ലഭിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് വചനം നമ്മൾ പഠിക്കണം, വചനം നമ്മൾ പാലിക്കണം, വചനം നമ്മൾ പ്രഘോഷിക്കണം. നമ്മൾ ജീവിക്കുന്നത് 130 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്താണ്. ലോക ജനസംഖ്യയുടെ 1/6 വസിക്കുന്ന ഭാരതത്തിൽ, 130 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ഇനിയും 97% സുവിശേഷം കേട്ടിട്ടില്ല എന്നിരിക്കെ, സുവിശേഷം കേട്ട ഞാനും നിങ്ങളും നമ്മുടേതായ സുരക്ഷിത വലയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നത് എങ്ങനെ? വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുന്നു: മറ്റൊരുവൻ പണിത അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത സ്ഥലങ്ങളിൽ അവനെക്കുറിച്ച് പ്രഘോഷിക്കാൻ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. ഇനിയും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്ത 97% ജനമുള്ള ഈ രാജ്യത്ത് എങ്ങനെയാണ് സുവിശേഷം കേട്ടുള്ളവരോട് മാത്രം സുവിശേഷം പ്രസംഗിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇത്രയും പ്രേക്ഷിതരുള്ള ഒരു സഭ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇത്രയും
പ്രേക്ഷിതരുള്ള ഒരു പ്രദേശം ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എത്രയോ വചനപ്രഘോഷകരുണ്ട്, എത്രയോ ആത്മായ പ്രേക്ഷിതരുണ്ട്, എത്രയോ പ്രേക്ഷിതന്മാർ നമുക്കുണ്ട്. എന്നിട്ടും ഈ 3% ഒതുങ്ങി നിൽക്കുന്ന ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷകൾ കേൾക്കാത്തവരിലേക്ക് പോകണം. ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവരോട് നമ്മൾ പ്രഘോഷിക്കണം. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 10-14 വരെയുള്ള വചനങ്ങൾ പറയുന്നു, ആരും പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? പ്രസംഗകനില്ലാത്തത് കൊണ്ടാണ് ഈ 97% കേൾക്കാത്തത്. ലോക ജനസംഖ്യയുടെ 1/6 വസിക്കുന്ന ഭാരതത്തിൽ ഇനിയും 97% പ്രസംഗിക്കാത്തത് കൊണ്ട് കേൾക്കാത്തവരാണ് എങ്കിൽ ഞാനും നിങ്ങളും പ്രസംഗിക്കണം. കേൾക്കുന്നില്ല എങ്കിൽ അവരെങ്ങനെ വിശ്വസിക്കാം? വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? പ്രസംഗകനില്ലാതെ അവരെങ്ങനെ കേൾക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ജനം കേട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഉത്തരവാദികളാണ്. കേട്ടിട്ട് വിശ്വസിക്കാത്തവരാണെങ്കിൽ അത് അവരുടെ കാര്യം. ഈ കേൾക്കാത്ത ജനത്തെ കേൾപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് വചനത്തിൻ്റെ ഈ 3ാമത്തെ തലത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കാത്ത 97% ജനമുള്ള ഒരു രാജ്യത്ത് ജീവിച്ചിട്ട്, 130 കോടി ജനം വസിക്കുന്ന ഒരു രാജ്യത്ത് 2000 വർഷമായി ജീവിച്ചിട്ട് വെറും 3% മാത്രമാണ് ഈ സുവിശേഷം കേട്ടിട്ടുള്ളത്. ഏതെങ്കിലും പാർട്ടിക്കാരൻ പറയുന്നത് പോലെയോ ഏതെങ്കിലും സർക്കാർ പറയുന്നത് പോലെയോ അനുസരിച്ച് ആരോടും സുവിശേഷം പറയാതെ ജീവിച്ച് കാലം കഴിക്കാനുള്ളവരല്ല നമ്മൾ. കേൾക്കാത്തവരുടെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം. അവർ പറയുന്നത് സത്യമല്ല, സത്യമായ യേശുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് ലോകത്തോട് പറയണം. വെറുപ്പുള്ളവർ ചുരുങ്ങിയ പക്ഷം കണ്ടേക്കാം, വളരെ ചുരുങ്ങിയ ഒരു ശതമാനമാണവർ. ബഹുഭൂരിപക്ഷവും കേൾക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവരും തെറ്റായി കേട്ടിട്ടുള്ളത് കൊണ്ട് വിശ്വസിക്കാത്തവരുമാണ്. കേൾക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവരെ നമ്മൾ കേൾപ്പിക്കണം. തെറ്റായി കേട്ടത് കൊണ്ട് വിശ്വസിക്കാത്തവരെ ശരിയായി നമ്മൾ കേൾപ്പിക്കണം. പിന്നെ വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ വിശ്വസിക്കാത്തവർ, വരാത്തവർ, സ്വീകരിക്കാത്തവർ ഒരു ചെറിയ ശതമാനം കാണും. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി നമുക്ക് മാറാം. സുവിശേഷം നമുക്ക് പഠിക്കാം, സുവിശേഷം നമുക്ക് പാലിക്കാം, സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാം. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 4 ദിവസം 28ാം ദൈവശബ്ദം കൺവെൻഷനിൽ വചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ബലഹീനനായ എന്നെ അവിടുത്തെ വലിയ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ സാധിച്ച ഈ നിമിഷങ്ങളെ ധന്യ നിമിഷങ്ങളായി ഞാൻ കരുതുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഫലമണിയട്ടെ. ദൈവത്തിൻ്റെ വചനം മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഫലം നൽകും. ദൈവത്തിൻ്റെ വചനത്തിൽ നിർഫലമായിരിക്കാൻ സാധിക്കുകയില്ല. ഈ ദൈവത്തിൻ്റെ വചനം ഫലമണിയട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മിലൂടെ ഇതുവരെ കേൾക്കാത്തവരിലേക്ക് ഒഴുകട്ടെ. ദൈവവചനം എത്തിയിട്ടില്ലാത്തടത്തേക്ക് ഒഴുകാൻ നമ്മളെല്ലാവരും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ദൈവശബ്ദം കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ച ദൈവശബ്ദം ടീമിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ 28 വർഷമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയെ അഭിനന്ദിക്കുന്നു. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിന്നും വളർന്നു വന്ന ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സുവിശേഷം എത്തിക്കുവാൻ കാരണമായെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇതുപോലെയുള്ള ഉദ്യമങ്ങൾ ആരംഭിക്കാം, ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കാം. ഒരു ചെറിയ കോണിൽ നിന്ന് ആരംഭിച്ച ഈ ദൈവശബ്ദം ഇന്ന് ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ എല്ലാ ശുശ്രൂഷകൾക്കും നന്മ നേരുന്നു. അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട രൂപതയായ ആദിലാബാദിനെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇനിയും സുവിശേഷം കേൾക്കാത്ത 1500 ഗ്രാമങ്ങൾ ഞങ്ങളുടെ രൂപതയിലുണ്ട്. സുവിശേഷം എന്താണെന്നോ യേശു ആരാണെന്നോ അറിയാത്ത ഈ 1500 ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ അക്ഷീണം പ്രയത്നിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാനും സുവിശേഷത്തിന് വേണ്ടി മരിക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ്. അവിടെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആദിലാബാദ് രൂപതയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആദിലാബാദ് രൂപതയെ നിങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആദിലാബാദ് രൂപത ജീവസ്വരം കാത്തലിക് പ്രേയേഴ്സ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ആപ്പ് ദൈവവചനം പഠിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും സഹായിക്കുന്നതാണ്. അത് പ്രധാനമായും തെലുങ്കിലാണെങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ലഭ്യമാണ്. അനുദിന
ദൈവവചനം, അനുദിന വിശുദ്ധർ, വചന വിചിന്തനം, ബൈബിൾ ക്യൂസ് തുടങ്ങിയ അനേകം സവിശേഷതകൾ ഈ ജീവസ്വരം കാത്തലിക് പ്രേയേഴ്സ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പിലുണ്ട്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവസ്വരം മൊബൈൽ ആപ്പ്, ജീവസ്വരം കാത്തലിക് പ്രേയേഴ്സ് എന്ന് പറയുന്ന ആ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വചന ജീവിതത്തിന് അത് ഉപകരിക്കുന്നതാക്കി മാറ്റണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവശബ്ദത്തെക്കുറിച്ച് ദൈവശബ്ദത്തിൻ്റെ ലീഡർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയോടെ 28ാം ദൈവശബ്ദം കൺവെൻഷൻ സമാപിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ വലിയ സാമ്പത്തിക ബാധ്യതയും പ്രതിസന്ധികളുമായപ്പോൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നുപോയി. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം സ്പർശിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയപ്പോൾ ജീവിത നവീകരണത്തിലേക്ക് ജീവിതത്തെ തിരിച്ചുവിടുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നത്: സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം സംഭവിച്ചു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. വിലാപകാരൻ ഉയർത്തിയ ഈ ദീനരോധനം ഹൃദയഫലങ്ങളിൽ ആഞ്ഞടിച്ചപ്പോൾ എന്നെപ്പോലെ തന്നെ തകർന്ന് തരിപ്പണമായി സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ച് മദ്യപാനത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേകരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം പിടിച്ച് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് പരിശ്രമിച്ചു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പൗലോസ് ലീഗ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ കുഞ്ഞുമക്കളെ, യേശുക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതിന് വേണ്ടി ഇതാ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന്. ഞങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തും സമയവും സൗകര്യങ്ങളുമെല്ലാം അനേകരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ പരിശ്രമിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രചോദിതമായി ഇത്തരത്തിൽ ദൈവാനുഭവം ലഭിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ ഒരുമ്പെട്ടപ്പോൾ ദൈവം നൽകിയ ഈ സംവിധാനത്തെ പിൽക്കാലത്ത് മീറ്റ് ജീസസ് പ്രയർ ടീം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. വിവിധങ്ങളായ വിശ്വാസ ജീവിതങ്ങളുടെ മദ്യത്തിനും മയക്കുമരുന്നിനും രോഗപീഠകൾക്കും അടിമപ്പെട്ടു പോയ മനുഷ്യനെ പുനരുദ്ധരിക്കുവാൻ ദൈവവചനത്തെ ചങ്കിലേറ്റിക്കൊണ്ട് മനുഷ്യ ജീവിതങ്ങളുടെ ക്ലേശഭൂയിഷ്ടമായ ജീവിതാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ഈ സമൂഹത്തിന് സാധിച്ചു. ഒരുപാട് ജീവിതങ്ങളെ കരുപിടിപ്പിക്കുവാനും യേശുക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരുവാനും ഈ സമൂഹത്തിന് സാധിച്ചു. ഒരു വർഷം പിന്നിട്ടപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ആഘോഷത്തെ മുൻനിർത്തിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, അന്ന് ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ദൈവശബ്ദം കൺവെൻഷൻ എന്ന പേരിൽ അനേകരെ മാനസാന്തരപ്പെടുത്തുവാനും അനേകർക്ക് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് വിളിച്ചു പറയുവാനും ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് വേദിയൊരുക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ജീവിതങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഓരോ കാലഘട്ടത്തിലും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഈ സമൂഹം കരമുയർത്തി മുട്ടുകുത്തി യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ, പിതാവേ, ഈ ജനത്തോട് കരുണ കാണിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാനും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സമൂഹം ഇന്നും വെമ്പൽ കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈശോയെ, തിരുസഭയെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും കർദിനാൾമാരെയും വൈദികരെയും മെത്രാപ്പൊലീത്തമാരെയും മെത്രാന്മാരെയും സഭയിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കാലഘട്ടത്തിൽ സഭ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും പരിശുദ്ധാത്മാവ് നയിച്ച് ദൈവമേ, അവിടുത്തെ വലിയ കൃപകൾ നിറച്ച ഏക സത്യസഭയെ അങ്ങ് ഒരുക്കിയെടുക്കണമേ എന്ന് അങ്ങോട്ട് താഴ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിനെ സമർപ്പിക്കുന്നു. മാർക്കറ്റിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും വ്യാപാരികളെയും സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ തൊഴിലാളികളെയും തൊഴിൽ മേഖലകളെയും സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ,
അനേക മക്കൾ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുന്നുണ്ട്. കർത്താവായ ദൈവമേ, സുഗമമായ നടത്തിപ്പിനും കർത്താവെ ഈ വ്യാപാര തകർച്ചയിലും വ്യാപാരങ്ങൾ വർദ്ധിക്കുന്നതിനും കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ സുഗമമായി നടത്തുന്നതിനും എല്ലാ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരെ മോചിപ്പിക്കുന്നതിനും അങ്ങയുടെ വലിയ കൃപകളും വരങ്ങളും ദാനങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹിതാവായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നേരിട്ടൊരു നല്ല പ്രതിസന്ധികൾ, പ്രത്യേകമായിട്ട് ഈ മഹാമാരി മൂലവും കോവിഡ് മൂലം വന്നിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വിഷപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ദേശാത്മ ഈ കൺവെൻഷൻ കാരണമാക്കണമെന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ തൃശ്ശൂരിലെ ശക്തിനമ്പരം മാർക്കറ്റിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും സഹോദരങ്ങളെ വീണ്ടെടുത്തപ്പോൾ 1993 പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കുവാനും ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ 1 വർഷം തികഞ്ഞപ്പോൾ ഒരു കൺവെൻഷൻ വേണമെന്ന് എല്ലാവരും ചിന്തിക്കുകയും അതോടൊപ്പം ഒരു കൺവെൻഷൻ മഞ്ഞുമ്മൽ കാനപ്പുള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ 1994 ഒരു കൺവെൻഷൻ ആരംഭിച്ചു. ആ കൺവെൻഷൻ അതിവിജയമായപ്പോൾ ആ കൺവെൻഷനെ എങ്ങനെയാണ് ജനങ്ങൾ വന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. അത്രമാത്രം ജനങ്ങൾ ആ കൺവെൻഷന് വന്നപ്പോൾ ഞങ്ങളെല്ലാം കണ്ണുനീരോടെ ആ കൺവെൻഷൻ നെഞ്ചിലേറ്റി. ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആ കൺവെൻഷനിൽ 50,000 രൂപ ബാക്കി വന്നു. ഈ 50,000 രൂപ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഷാജനച്ചൻ്റെ നേതൃത്വത്തിലാണ് ആ കൺവെൻഷൻ മുന്നോട്ട് പോയത്. ഷാജനച്ചൻ ഞങ്ങളുടെ ആത്മീയ പിതാവാണ്. ഷാജനച്ചൻ പറയുകയുണ്ടായി, നമുക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാം, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കാമെന്ന് പറഞ്ഞ് അന്ന് ആ ബാക്കിയുള്ള സംഖ്യ കൊണ്ട് 50,000 രൂപയ്ക്ക് 5 പവനും 5 ജോഡി ഡ്രസ്സ് 50 ആളുടെ പാർട്ടിയൊക്കെ ആയിട്ട് ഒരു വിവാഹം അന്ന് നടന്നു. അന്ന് മുതൽ ഇന്ന് വരെ 28ാമത് കൺവെൻഷനാണ്. 26 കൺവെൻഷനുകളിലും വളരെ മനോഹരമായിട്ട് 225 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാനായിട്ട് ഈ കൺവെൻഷൻ വഴി സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. ഈ കൺവെൻഷനിൽ ബാക്കി വരുന്ന ഒരു സംഖ്യയും ഒരു പൈസ പോലും ബാക്കി വയ്ക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവശബ്ദത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഗാനം ഇവിടെ ആലപിക്കുകയാണ്. നമുക്കതിനോട് ചേർന്ന് നമുക്ക് കരങ്ങളടിച്ച് നമുക്ക് പാടാം. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷനെ അനുഗ്രഹിക്കണേ നാഥാ, സുവിശേഷത്തിൻ ചൈതന്യത്താൽ ജനതകളുണരാൻ കനിയൂ. തിരുവചനത്തിൻ ധ്യാനവുമായി ഔദാര്യത്തിൻ ഹൃദയവുമായി, തിരുവചനത്തിൻ ധ്യാനവുമായി ഔദാര്യത്തിൻ ഹൃദയവുമായി, സ്നേഹവിരുന്നും കൂട്ടായ്മയുമായി പുതിയൊരു തലമുറ വളരട്ടെ. സ്നേഹവിരുന്നും കൂട്ടായ്മയുമായി പുതിയൊരു തലമുറ വളരട്ടെ. പുതിയൊരു തലമുറ വളരട്ടെ. മാർക്കറ്റിലെ വ്യാപാരികളെ അനുഗ്രഹിക്കണേ നാഥാ, സുവിശേഷത്തിൻ ചൈതന്യത്താൽ ജനതകളുണരാൻ കനിയോ. Praise the Lord. Praise the Lord. Hallelujah. 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 ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ 28ാം ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ, രോഗജാന്തിയുടെ നിമിഷങ്ങൾ, അത്ഭുതങ്ങളുടെ നിമിഷങ്ങൾ. ഈ ഏതാനും നിമിഷങ്ങൾ
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി നമുക്ക് മാറ്റിവെക്കാം. ഒന്നാമതായി നമ്മൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിനെ ഉച്ചത്തിൽ വിളിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറയണം. എല്ലാ കുടുംബങ്ങളും പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറയണം. ഗായക സംഘത്തോടൊപ്പം നമുക്ക് ഏറ്റുപാടാം. ആത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ നടക്കുന്ന സമയം, അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്ന സമയം, രോഗശാന്തിയുടെ സമയം, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാടാം. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ഉച്ചത്തിൽ നമുക്ക് ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, അത്ഭുതങ്ങളുടെ നിമിഷങ്ങൾ, ആരാധന അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ. ചേർന്ന് പാടാം. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ആത്മാഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നമ്മെ തമ്പുരാൻ നിറയ്ക്കാൻ പോകുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റാം. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം. രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തളർന്നു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന. കൈകളുയർത്തി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം. ദിവ്യകാരൻ ഈശോയെ നമുക്ക് ആരാധിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ അങ്ങേക്ക് മഹത്വം. ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. രോഗശാന്തികൾ നൽകണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ശാപങ്ങൾ ഇല്ലാതാകട്ടെ. രോഗത്തിന്റെ ശക്തി നശിച്ചു പോകട്ടെ. പാപത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയെ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഈശോയെ നമുക്ക് ആരാധിച്ചു സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമേർത്ത് നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും ഈശോയെ സ്തുതിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ശാപങ്ങൾ ഇല്ലാതാകട്ടെ. പാപത്തിന്റെ ശക്തി നശിച്ചു പോകട്ടെ. രോഗത്തിന്റെ ശക്തി ഇല്ലാതാകട്ടെ. തളർവാദ രോഗം മാറട്ടെ. മാറാരോഗങ്ങൾ വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. തിന്മയുടെ ശക്തി നശിക്കപ്പെടട്ടെ. തിന്മയുടെ ബന്ധനങ്ങൾ ഇല്ലാതാകട്ടെ. യേശുവേ നന്ദി. എല്ലാവരും സ്തുതിക്കട്ടെ. അത്ഭുതങ്ങളുടെ സമയം, അനുഗ്രഹത്തിന്റെ സമയം. ഈശോയെ,
ഈശോയെ അങ്ങേക്ക് ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നാവുകളും അവിടുത്തെ സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്, ഇത് രോഗശാന്തിയുടെ സമയമാണ്, വിടുതലിന്റെ സമയമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന രോഗശാന്തിക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. വർഷങ്ങളായി നമ്മെ വിട്ടുപിരിയാത്ത രോഗങ്ങൾ, വർഷങ്ങളായി നമ്മെ വിട്ടുപിരിയാത്ത തഴക്കദോഷങ്ങൾ, വർഷങ്ങളായി വിട്ടുപിരിയാത്ത ബന്ധനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത രോഗങ്ങളും, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും വേദനകളും ദുഃഖങ്ങളും ആത്മീയ അന്ധതയും ആത്മീയ വളർച്ചക്കുറവും വചനത്തിന്റെ അഭിഷേകക്കുറവും എല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ അനുഗ്രഹിക്കണം. അങ്ങനെ അനുഗ്രഹിക്കാതെ അങ്ങനെ ഞാൻ വിടുന്നില്ല. ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുത്. നമ്മെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അവിടുന്ന് കടന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷി നൽകാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി തമ്പുരാന്റെ പക്കലേക്ക് കൈകൾ ഉയർത്തി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ഉച്ചതലത്തിൽ ശ്രദ്ധിക്കട്ടെ. രോഗങ്ങൾ ഇല്ലാതാകട്ടെ, രോഗശാന്തി സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. അഭിഷേകം, അഭിഷേകം, രോഗശാന്തി, പൂർണ്ണമായ വിടുതൽ. വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, മാറാരോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടാം. വിശ്വാസത്തോടും ചേർന്ന് പാടാം. തലമുറകൾക്കെന്നും അവകാശം, ചേർന്ന് പാടാം. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിന്റെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ, വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, അഴിയട്ടെ, രോഗശാന്തി സംഭവിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, ചങ്ങലകൾ മുറിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, മാറാരോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, നിറയട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, മാറാരോഗങ്ങൾ മാറിപ്പോകട്ടെ, ശാപങ്ങൾ ഇല്ലാതാകട്ടെ, തിന്മയുടെ ശക്തികൾ പരാജയപ്പെടട്ടെ, അന്ധകാരത്തിന്റെ ശക്തികൾ വഴിമാറിപ്പോകട്ടെ. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, ആത്മാവിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ, വചനത്തിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, മാറാരോഗങ്ങൾ മാറിപ്പോകട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ രോഗശാന്തി സംഭവിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ മാറാരോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, അഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ചേർന്ന് പാടാം. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ
യേശുവിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളിൽ നിറയട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. ബന്ധനമഴിയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പാടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ആരാധന, ആരാധന. ആരാധന, ആരാധന. എല്ലാവരും ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. ശാപങ്ങൾ ഇല്ലാതാകട്ടെ. മാറാരോഗങ്ങൾ മാറിപ്പോകട്ടെ. തളർന്നുപോയ രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ. ബന്ധനങ്ങൾ ഇല്ലാതാകട്ടെ. ശാപങ്ങൾ ഇല്ലാതാകട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത്രയും ദിവസം, ഇത്രയും മണിക്കൂറുകൾ തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നു. വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നാം നിറഞ്ഞു. യേശു നമ്മുടെ രക്ഷകനാണെന്ന് നാം തിരിച്ചറിഞ്ഞു. ആ രക്ഷകനെ പ്രഘോഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഈശോ നമ്മെ അയക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി, വചനത്തിൻ്റെ അഭിഷേകം നൽകി ഇന്ന് ഈശോ നമ്മെ അയക്കുകയാണ്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം നൽകുവിൻ. ഈ കൽപ്പനകൾ നമുക്ക് സ്വീകരിക്കാം. വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം പഠിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം മനഃപ്പാഠമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം ഓർത്തിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യായവും വാക്യവും ഓർത്തിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏകാഗ്രതയോടെ വചനം പഠിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനത്തിൽ യേശുവിനെ കണ്ടുമുട്ടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ വചനം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനം മറക്കുന്നവനല്ല, കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് കടന്നു പോകുന്നവനെ പോലെയല്ല, മറിച്ച് വചനം കേട്ട് അത് പാലിക്കുന്നവരെ പോലെയാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം പാലിക്കാം. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ധന്യനാണ് എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് സ്വീകരിക്കാം. അവസാനമായി ലോകം മുഴുവൻ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറയുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറയുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. എന്നെക്കുറിച്ചോ എൻ്റെ സുവിശേഷത്തെക്കുറിച്ചോ നിങ്ങൾ ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ തിരുവചനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തമ്പുരാന്റെ പക്കലേക്ക് കൈകൾ ഉയർത്തി മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തെ നമുക്ക് ഏറ്റെടുക്കാം. ആ പ്രേക്ഷിത വിളിയെ നമുക്ക് പരിപോഷിപ്പിക്കാം. ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാരതം സുവിശേഷം കേൾക്കട്ടെ. ഭാരതം സുവിശേഷം കൊണ്ട് നിറയട്ടെ. എല്ലാ നാവുകളും അവിടുത്തെ സ്തുതിക്കട്ടെ. എല്ലാ അതിരങ്ങളിലും അവിടുത്തെ സ്തുതിഗീതങ്ങൾ ഉയരട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വരമുയർത്തി ഉച്ചത്തിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതം സുവിശേഷം കേൾക്കട്ടെ. ഭാരതം ഉണരട്ടെ. സുവിശേഷം കേൾക്കട്ടെ. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ നൽകണമേ. സാക്ഷ്യം നൽകുവാനുള്ള കൃപ നൽകണമേ. വചനം പഠിക്കുവാനുള്ള കൃപ നൽകണമേ. വചനം പാലിക്കുവാനുള്ള കൃപ നൽകണമേ. വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ നൽകണമേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന.
ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുമ്പോൾ സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ.